ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാരപ്രവൃത്തിയിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കേരളത്തിലും എത്തിയതായി കണ്ടെത്തൽ. കൊച്ചി, ആലപ്പുഴ, തിരുവനന്തപുരം, മൂന്നാർ എന്നിവിടങ്ങളിൽ വ്ളോഗുകൾ ചെയ്തു. ജ്യോതിയുടെ യാത്രാ വിശദാംശങ്ങൾ മുഴുവൻ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുകയാണ്. ആരാണ് ഈ ജ്യോതി മൽഹോത്ര എന്ന് നമുക്കൊന്ന് നോക്കാം. ജ്യോതി മൽഹോത്ര ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ഒരു ട്രാവൽ വ്ളോഗറാണ്. വ്ളോഗൊക്കെ ചെയ്ത് പോകുന്നത് ട്രാവൽ വിത്ത് ജോ എന്ന ടൈറ്റിലുള്ള ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ്. അതിന് 3,82,000 സബ്സ്ക്രൈബേഴ്സാണ് നിലവിൽ ഉള്ളത്. ട്രാവൽ വിത്ത് ജോ 1 എന്ന ഒരു ഇൻസ്റ്റാ പേജുമുണ്ട്. ആ ഇൻസ്റ്റാ പേജിന് 1.4 ലക്ഷം ഫോളോവേഴ്സാണ് ഉള്ളത്. ഉള്ളടക്കം എന്ന് പറയുന്നത് അവർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെ വിശേഷങ്ങൾ, അതായത് യാത്രാ കൗതുകങ്ങൾ ഒക്കെയാണ്. തിരുവനന്തപുരം അടക്കമുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഇടങ്ങളിലേക്കും ഇവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം, ആലപ്പുഴ, കൊച്ചി, മൂന്നാർ ഈ 4 സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഇവർ എത്തിയത്. അതോടൊപ്പം തന്നെ പോയ മറ്റ് രാജ്യങ്ങൾ, അതാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. പാകിസ്ഥാൻ, ഭൂട്ടാൻ, ഇന്തോനേഷ്യ, ചൈന ഈ രാജ്യങ്ങളും ജോ എന്ന ജ്യോതി സന്ദർശിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സന്ദർശിച്ചത് 2 തവണയാണ്. എന്തിനായിരുന്നു ഈ സന്ദർശനം എന്നുള്ളതും എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രാ വിശദാംശങ്ങൾ നോക്കുകയാണ്. പാകിസ്ഥാന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന വീഡിയോകളാണ് സ്വാഭാവികമായും ഈ 2 സന്ദർശന വേളയിലും ജോ ഷൂട്ട് ചെയ്തതും തന്റെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ചാനലുകളിലൂടെ പ്രചരിപ്പിച്ചതും. ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റ് എന്തിനാണ് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ജ്യോതി മൽഹോത്ര ഇന്ത്യയെ സംബന്ധിക്കുന്ന രഹസ്യ വിവരങ്ങൾ അത് പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തു എന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിയുടെ അറസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങളൊക്കെ കൈമാറിയത് വാട്സാപ്പിലൂടെയും ടെലഗ്രാമിലൂടെയും സ്നാപ്ചാറ്റിലൂടെയും ഒക്കെയാണ് ജ്യോതി പാകിസ്ഥാനിലേക്ക് കൈമാറിയത്. അത് അവിടെയുള്ള ജ്യോതിയുടെ ഡയറക്ട് ലിങ്ക് എന്ന് പറയുന്നത് പാക് ഹൈക്കമ്മീഷനിലെ സ്റ്റാഫായ ഡാനിഷാണ്. ഡാനിഷുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഡാനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാനിഷിന്റെ യഥാർത്ഥ പേര് എഹ്സാൻ ഉർ റഹീം എന്നാണ്. എഹ്സാൻ ഉർ റഹീം ആരാണ്? പാക് ചാരനാണ്. ആ പാക് ചാരനുമായി ബന്ധമുള്ള ജ്യോതി ഈ സ്ഥലങ്ങളിലൊക്കെ പോവുകയും ആ സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസ് എല്ലാം ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. മെയ് 13 ഇന്ത്യ രാജ്യം വിടാൻ ആവശ്യപ്പെട്ട വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജ്യോതിയെക്കുറിച്ച് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ. ഇനി ജ്യോതിക്കെതിരെ എടുത്തിരിക്കുന്ന FIR-ൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നതുകൂടി നോക്കാം. അതനുസരിച്ച് ജ്യോതിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ജോ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും FIR-ലെ പേര് ജ്യോതി റാണി എന്നാണ്. 33-കാരിയാണ് ജ്യോതി റാണി. ജ്യോതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഒന്നാമത്തേത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1923-ലെ 3-5 വകുപ്പുകളാണ്. അതോടൊപ്പം തന്നെ BNS ഭാരതീയ ന്യായ സംഹിതയിലെ 152-ാം വകുപ്പും ജ്യോതിക്കെതിരെ ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ ചില്ലറക്കാരിയല്ല. ഈ ട്രാവൽ വിത്ത് ജോ എന്ന ഐഡിയിലൂടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത ജ്യോതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കും അറിയാം ജ്യോതി ആരാണ്, ജ്യോതി എന്തൊക്കെ കാര്യങ്ങൾ ഡാനിഷിലൂടെ ചോർത്തി നൽകി എന്നുള്ളതും.